ഹായ് ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരിയായ റോണ്ട ബേൺ എഴുതിയ ദി സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ്. അതിൻ്റെ 3-ാം അധ്യായത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അധ്യായം 3, രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ. നിങ്ങൾ ഒരു സൃഷ്ടാവാണ്. ആകർഷണ നിയമം ഉപയോഗിച്ച് സൃഷ്ടി നടത്തുവാൻ വളരെ എളുപ്പമായ ഒരു പ്രക്രിയയുണ്ട്. മഹാന്മാരായ ആചാര്യന്മാരും അവതാരങ്ങളും അവരുടെ സൃഷ്ടികളിലൂടെ വൈവിധ്യമാർന്ന രൂപങ്ങളിൽ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചില ആചാര്യന്മാർ ഈ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിത്രീകരിക്കാനായി കഥകൾ രചിച്ചു. ആ കഥകളിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനം നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്നു. അവ ഇതിഹാസങ്ങളായി. ഈ കഥകളിലെ സത്തയാണ് ജീവിതത്തിൻ്റെ സത്യം എന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലർക്കും തിരിച്ചറിയുന്നില്ല. ജെയിംസ് റേ. അലാവുദ്ദീനെയും അത്ഭുത വിളക്കിനെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അലാവുദ്ദീൻ വിളക്ക് കയ്യിലെടുത്ത് മെല്ലെ തുടക്കുമ്പോൾ അതിൽ നിന്ന് ഭൂതം പ്രത്യക്ഷപ്പെടുന്നു. ഭൂതം എപ്പോഴും പറയുക ഇതാണ്: താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. ഇപ്പോൾ പ്രചാരത്തിലുള്ള കഥയിൽ 3 ആഗ്രഹങ്ങളാണ് സാധിക്കുക. എന്നാൽ കഥയുടെ യഥാർത്ഥ രൂപത്തിൽ ആഗ്രഹങ്ങൾക്ക് പരിധിയെ നിശ്ചയിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കൂ. ആ ഭാവനയെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് നോക്കാം. ഓർക്കുക, അലാവുദ്ദീൻ എപ്പോഴും തനിക്ക് ആഗ്രഹമുള്ളത് ചോദിച്ചു വാങ്ങുന്ന ആളാണ്. ഈ മഹാപ്രപഞ്ചമുണ്ട്, അതാണ് ഭൂതം. പല കാലങ്ങളിൽ പല സംസ്കാരങ്ങളിൽ അതിന് പല പേരുകൾ നൽകി. നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന മാലാഖ, നിങ്ങളുടെ തന്നെ ഉന്നതമായ സ്വത്വം, എന്തു പേരിട്ടാലും കൊള്ളാം. നിങ്ങൾക്ക് സൗകര്യമായത് ഏതോ ആ പേര് തിരഞ്ഞെടുക്കാം. പക്ഷേ ഏതു കാലത്തും ഏത് സംസ്കാരത്തിലും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: നമ്മളെക്കാൾ വലുതായ എന്തോ ഒന്നുണ്ടെന്ന്. ആ ഭൂതം എപ്പോഴും പറയുന്നത് എന്താണ്? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. നിങ്ങളുടെ ജീവിതം, അതിലുള്ളതെല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന്. അതിമനോഹരമായ ഈ കഥ ലളിതമായി പറഞ്ഞു തരുന്നു. ഭൂതം നിങ്ങളുടെ ഏത് ആഗ്രഹവും നിറവേറ്റിത്തരുന്നു. ആകർഷണ നിയമമാണ് ആ ഭൂതം. അത് എല്ലായ്പ്പോഴും സമീപത്തുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ഭൂതം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവ ആണെന്ന് ഭൂതം കരുതുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നുവോ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതു കാര്യത്തിൽ പ്രവർത്തിക്കുന്നുവോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ഭൂതം മനസ്സിലാക്കുന്നത്. നിങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ യജമാനൻ. നിങ്ങളെ സേവിക്കുകയാണ് ഭൂതത്തിൻ്റെ കടമ. നിങ്ങളുടെ ആജ്ഞകളെ ഭൂതം ഒരിക്കലും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഉടൻ തന്നെ ഭൂതം ഈ പ്രപഞ്ചത്തെ അതിനായി ചലിപ്പിക്കുന്നു. ആളുകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ ഭൂതം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നു. സൃഷ്ടിപ്രക്രിയ ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തതാണ്. രഹസ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സൃഷ്ടിപ്രക്രിയ 3 ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായ ഒരു മാർഗരേഖയാണിത്. ഘട്ടം 1, ആവശ്യപ്പെടുക. ലിസ നിക്കോൾസ്. ആദ്യ ഘട്ടം ആവശ്യപ്പെടുക എന്നതാണ്. പ്രപഞ്ചത്തോട് കൽപ്പിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പ്രപഞ്ചം അറിയട്ടെ. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. ബോബ് പ്രോക്ടർ. നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു തുണ്ട് കടലാസ് എടുത്ത് എഴുതുക. വർത്തമാനകാലത്തിൽ എഴുതുക. നിങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാവാം: ആകയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും എന്തായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിശദീകരിക്കുക. വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടാകണം. അത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ സമ്മിശ്ര തരംഗങ്ങൾ ആയിരിക്കും പുറപ്പെടുവിപ്പിക്കുക.
അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങളായിരിക്കും. ജീവിതത്തിൽ ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കാം. ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായി നിശ്ചയിക്കണം. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം, ആയിത്തീരാം, ചെയ്യാം. ഒരു പരിമിതിയും ഇല്ല. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സൃഷ്ടിപ്രക്രിയയിലെ ആദ്യപടി ചോദിക്കുക, ആവശ്യപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു ശീലമാക്കുക. ഏതു വഴി തിരഞ്ഞെടുക്കണം എന്ന് ഉറപ്പില്ലെങ്കിൽ ചോദിക്കുക. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കരുത്, ചോദിക്കുക. ഡോക്ടർ ജോ വിറ്റാലെ. ഇത് ശരിക്കും രസമാണ്. പ്രപഞ്ചം നിങ്ങളുടെ കയ്യിൽ ഒരു കാറ്റലോഗ് പോലെയാണ്. അതിൻ്റെ താളുകൾ മറച്ചു നോക്കി നിങ്ങൾ പറയുന്നു, എനിക്ക് ഈ അനുഭവം വേണം, ഈ ഉൽപ്പന്നം എനിക്ക് വേണം, ഇതുപോലെ ഒരു വ്യക്തിയെയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ പ്രപഞ്ചത്തിൽ ഓർഡർ ചെയ്യുകയാണ്. വാസ്തവത്തിൽ അത്ര എളുപ്പമാണിത്. വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ ആവശ്യപ്പെട്ടാൽ മതി. കാറ്റലോഗ് നോക്കി ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണിത്. ഒരു ഓർഡർ ഒരിക്കലല്ലേ കൊടുക്കുകയുള്ളൂ. ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് ശരിക്ക് അവിടെ കിട്ടിയോ എന്ന് സംശയം തോന്നി പിന്നെയും പിന്നെയും ഓർഡർ അയച്ചുകൊണ്ടേയിരിക്കില്ലല്ലോ. ഒരൊറ്റ തവണ ഓർഡർ ചെയ്യുന്നു, അത്രയേ വേണ്ടൂ. സൃഷ്ടിപ്രക്രിയയും അതുപോലെ തന്നെയാണ്. ആദ്യപടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഘട്ടമാണ്. നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തത കിട്ടിയാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഘട്ടം 2, വിശ്വസിക്കുക. ലിസ നിക്കോൾസ്. രണ്ടാമത്തെ പടി വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുക. പതറാത്ത വിശ്വാസം എന്നാണ് അതിനെ ഞാൻ വിളിക്കുക. അതുണ്ടാവണം. അമൂർത്തമായതിനെ വിശ്വസിക്കണം. നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ചോദിച്ച മാത്രയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടേതായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തികച്ചും പൂർണ്ണമായ ഉറച്ച വിശ്വാസം ഉണ്ടാവണം. കാറ്റലോഗിൽ നിന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടും എന്ന ബോധ്യത്തോടെ സമാധാനമായി സാധാരണ പോലെ ജീവിതം തുടരുകയല്ലേ നമ്മൾ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കലുണ്ടാവും. അത് വരട്ടെ, അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. എനിക്ക് അത് ഇല്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് സ്വന്തമാണ്. അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുക. റോബർട്ട് കോളിയർ. നിങ്ങൾ ആവശ്യപ്പെടുകയും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്ന നിമിഷം തന്നെ അമൂർത്തതയിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. പ്രപഞ്ചം മുഴുവനും പിന്നെ അതിനെ മൂർത്ത രൂപത്തിൽ നിങ്ങളിലെത്തിക്കുവാൻ വേണ്ടി ചലിക്കും. ഇപ്പോൾ തന്നെ അത് ലഭിച്ചു എന്ന മട്ടിലായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം. എന്തുകൊണ്ടാണത്? പ്രപഞ്ചം ഒരു കണ്ണാടിയാണ്. ആകർഷണ നിയമം നിങ്ങളുടെ പ്രബല ചിന്തയെ നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്കത് ലഭിച്ചു എന്ന് നിങ്ങൾ മനസ്സിൽ കണക്കാക്കുന്നത് തികച്ചും വിവേകപൂർണമായ കാര്യമല്ലേ? അതിൻ്റെ അഭാവമാണ് നിങ്ങളുടെ ചിന്തകളിലുള്ളതെങ്കിൽ ആ അഭാവത്തെ തുടർന്നും നിങ്ങളിലേക്ക് ആകർഷിക്കുകയല്ലേ ചെയ്യുക. നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന വികാരത്തിൻ്റെ തരംഗങ്ങൾ നിങ്ങൾ പ്രസരിപ്പിച്ചാൽ ആ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരും. അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം അതിശക്തമായി പ്രവർത്തിച്ച് സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്കത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും. നിങ്ങൾ ഒരു വിനോദയാത്ര ബുക്ക് ചെയ്താൽ, ഒരു വീടോ കാറോ ഓർഡർ ചെയ്താൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതായി എന്ന്. നിങ്ങൾ അതേ ദിവസങ്ങളിലേക്ക് മറ്റൊരു വിനോദയാത്ര ബുക്ക് ചെയ്യില്ല. ഉടൻ തന്നെ മറ്റൊരു കാറോ വീടോ ഓർഡർ ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു ഭാഗ്യക്കുറിയിൽ സമ്മാനം കിട്ടുകയോ പരമ്പരാഗത സ്വത്ത് ലഭിക്കുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ ആ പണം കയ്യിലെത്തും മുമ്പ് തന്നെ അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾ അറിയുന്നു. അത് നിങ്ങളുടെ ആണ് എന്ന വിശ്വാസത്തിൽ നിന്നാണ് ആ വികാരാനുഭവം ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന വിശ്വാസം മൂലമാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തു നിങ്ങളുടേതാണെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങൾക്കത് ചോദിച്ചു വാങ്ങാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കും.
സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും. വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുക? ഉണ്ടെന്ന് ഭാവിച്ച് നടിച്ചു നോക്കൂ. ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ ഭാവിക്കുന്നത് പോലെ അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഭാവിക്കുക. അങ്ങനെ ഭാവിക്കുമ്പോൾ മെല്ലെ മെല്ലെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. ഭൂതം നിങ്ങളുടെ പ്രബല ചിന്തയോട് എല്ലായ്പ്പോഴും പ്രതികരിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ നിമിഷത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്നും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം, ബോധ്യമുണ്ടാവണം. അടിയുറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് അത് ഉണ്ട് എന്നുള്ള തളരാത്ത വിശ്വാസം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. വിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ പിന്നെ തയ്യാറായിക്കോളൂ. അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ചിന്തയിൽ അതിനൊരു രൂപം നൽകേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സൃഷ്ടിയുടെ ശക്തിയെ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഏത് സ്വപ്നവും സാക്ഷാത്കരിക്കാൻ കഴിയും. ഈ രീതി ഒരാൾക്ക് ഫലപ്രദമാണെങ്കിൽ എല്ലാവർക്കും ഫലപ്രദമാകണം. നിങ്ങളിലുള്ള ശക്തി പൂർണ്ണമായി തടസ്സമില്ലാതെ ഉപയോഗിക്കുക. അങ്ങനെ കൂടുതൽ സൃഷ്ടിയുടെ ശക്തി നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ വിശാലമായ വഴി തുറക്കുക എന്നതാണ് വിജയത്തിൻ്റെ താക്കോൽ. റോബർട്ട് കോളിയർ. ഡോക്ടർ ജോ വിറ്റാലെ. നിങ്ങൾക്ക് ആഗ്രഹിച്ചത് സാധ്യമാക്കുവാൻ വേണ്ടി പ്രപഞ്ചം സ്വയം ക്രമീകരിക്കാൻ തുടങ്ങും. ജാക്ക് കാൻഫീൽഡ്. നമ്മൾ മിക്കവരും നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് ആഗ്രഹിക്കാൻ സ്വയം തയ്യാറാകില്ല. അത് എങ്ങനെ സംഭവ്യമാകും എന്ന ആശങ്ക മൂലമാണിത്. ബോബ് പ്രോക്ടർ. ഒരൽപ്പം ഗവേഷണം നടത്തിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും. എന്തെങ്കിലും നിറവേറ്റിയിട്ടുള്ളവർ ആരും തന്നെ അത് എങ്ങനെ സാധിക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തത്. അവർ അത് ചെയ്യും എന്ന് മാത്രം അവർക്കറിയാമായിരുന്നു. ഡോക്ടർ ജോ വിറ്റാലെ. അത് എങ്ങനെയാണ് വരിക എന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പ്രപഞ്ചം എങ്ങനെ അതിനായി സ്വയം ക്രമീകരിക്കും എന്നും നിങ്ങൾ അറിയേണ്ടതില്ല. എങ്ങനെയാണ് അത് നടക്കുക, പ്രപഞ്ചം എങ്ങനെ നിങ്ങൾക്കത് എത്തിച്ചു തരും എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ജോലിയല്ല. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തുകൊള്ളും. എങ്ങനെയാണ് അത് നടക്കുക എന്ന് നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഒരു വിശ്വാസക്കുറവിൻ്റെ ഫ്രീക്വൻസിയാണ് പ്രസരിപ്പിക്കുക. അത് നിങ്ങളുടേതായി കഴിഞ്ഞു എന്നു നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ തന്നെ അത് എങ്ങനെയെങ്കിലും സാധിക്കണം എന്നാണ് നിങ്ങൾ കരുതുന്നത്. പ്രപഞ്ചം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല. ഈ സൃഷ്ടി പ്രക്രിയയിൽ എങ്ങനെ എന്ന കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല. ബോബ് പ്രോക്ടർ. എങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ല. അത് നിങ്ങൾക്ക് ദൃശ്യമാകും. അതിൻ്റെ വഴി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ലിസ നിക്കോൾസ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചത് കാണാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. നമ്മൾ നിരാശരാകും. മനസ്സിൽ സംശയം ഉദിച്ചു തുടങ്ങും. ആ സംശയം ഇച്ഛാഭംഗം ഉണ്ടാക്കും. ആ സംശയത്തെ എടുത്തു മാറ്റുക. നിരാശയുടെ വികാരത്തെ മാറ്റി പകരം അടിയുറച്ച വിശ്വാസം സ്ഥാപിക്കുക. എനിക്കറിയാം, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഘട്ടം 3 സ്വീകരിക്കുക. ലിസ നിക്കോൾസ്. ഈ പ്രക്രിയയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ആയ ഘട്ടമാണ് സ്വീകരിക്കൽ. മനസ്സിൽ സന്തോഷം നിറയണം. ആഗ്രഹിച്ചത് കയ്യിൽ എത്തിയാൽ എത്ര സന്തോഷിക്കുമോ അത്രയും സന്തോഷിക്കണം. ആ വികാരം ഇപ്പോൾ ഉണ്ടാവണം. മാർസി ഷിമോഫ്. ഈ പ്രക്രിയയിൽ നല്ല മാനസികാവസ്ഥയുണ്ടാവുക, സന്തോഷം തോന്നുക എന്നത് സുപ്രധാനമാണ്. മനസ്സിൽ സുഖം തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടെത്തിക്കും. മൈക്കിൾ ബെർണാഡ് ബെക്വിത്ത്. ഇത് വൈകാരികാനുഭവങ്ങളുടെ പ്രപഞ്ചമാണ്. നിങ്ങൾ ഭൗതികമായി വിശ്വസിക്കുന്നു, പക്ഷേ അതിനോട് ചേർന്ന ഒരു വൈകാരിക അനുഭവം ഉള്ളിൽ ഇല്ല എങ്കിൽ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടത്ര ശക്തി നിങ്ങൾക്കുണ്ടാവില്ല. ആ വികാരം നിങ്ങൾ അനുഭവിക്കണം.
ഒരു തവണ ആവശ്യപ്പെടുക, അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. പിന്നെ അത് സ്വീകരിക്കുവാൻ മറ്റൊന്നും വേണ്ട. നിങ്ങൾക്ക് സുഖാനുഭൂതി തോന്നിയാൽ മാത്രം മതി. ആ സുഖാനുഭൂതി അനുഭവപ്പെട്ടാൽ നിങ്ങൾ ആ ഫ്രീക്വൻസിക്ക് ഒപ്പമെത്തി എന്നർത്ഥം. നിങ്ങൾക്ക് വന്നു ചേരേണ്ട എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്തി. ഇനി നിങ്ങൾ ആഗ്രഹിച്ചത്, ആവശ്യപ്പെട്ടത് നിങ്ങളിൽ എത്തിച്ചേരും. നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് സുഖവും സന്തോഷവും നൽകും എന്നതുകൊണ്ടാണല്ലോ. അതിനാൽ സുഖാനുഭവത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് സ്വയം ഉയർത്തുക. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ലഭ്യമാകും. ആ ഫ്രീക്വൻസിയിൽ എത്താൻ ഒരെളുപ്പവഴി ഇതാണ്. എനിക്ക് ഇതാ ലഭിക്കുന്നു. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കിപ്പോൾ കിട്ടുന്നു. എനിക്കിപ്പോൾ നിങ്ങളുടെ മോഹം എന്താണോ അതവിടെ ചേർക്കുക. ലഭിച്ചിരിക്കുന്നു എന്ന് സ്വയം പറയുക. ആ വികാരം അനുഭവിക്കുക. യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അങ്ങനെ അത് അനുഭവിക്കുക. എൻ്റെ പ്രിയ സുഹൃത്ത് മാർസി ഈ ആശയത്തിൻ്റെ വിശിഷ്ട പ്രയോക്താവാണ്. അവൾ ശരിക്കും അത് അനുഭവിക്കാറുണ്ട്. ആഗ്രഹിച്ചത് നേടാൻ ഉണ്ടാകുന്ന വൈകാരികാവസ്ഥ അവൾ അതേപോലെ അറിഞ്ഞനുഭവിക്കും. വൈകാരികാനുഭവങ്ങളിലൂടെ അവൾ അവയെ യാഥാർത്ഥ്യമാക്കും. എങ്ങനെ, എവിടെ, എപ്പോൾ എന്ന ചിന്തകൾ അവളെ തടസ്സപ്പെടുത്താറില്ല. തികഞ്ഞ വൈകാരികാനുഭവം മാത്രം. ക്രമേണ അത് പ്രത്യക്ഷാനുഭവം ആയി മാറും. അതിനാൽ ഇപ്പോൾ തന്നെ ആ സുഖാനുഭൂതി അനുഭവിക്കൂ. ബോബ് പ്രോക്ടർ. ആ ഭ്രമവിഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതോടെ നിങ്ങൾ കൂടുതൽ വലിയ വലിയ വിഭാവനകൾ നിർമ്മിക്കാവുന്ന സ്ഥിതിയിൽ എത്തുന്നു. അതാണ് സുഹൃത്തെ സൃഷ്ടിപ്രക്രിയ. വിശ്വാസത്തോടെ നീ ഏതൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കും. മത്തായി. പ്രാർത്ഥനയിൽ നീ എന്തിനെ മോഹിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കുക. അപ്പോൾ നിനക്ക് അത് ലഭിക്കും. ബോബ് ഡോയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നേടിയിരിക്കുന്നു എന്ന വൈകാരിക അനുഭവം സംജാതമാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന മാർഗം ചിന്തിച്ചെടുക്കാൻ. അതാണ് ആകർഷണ നിയമത്തിൻ്റെ പഠനവും പ്രയോഗവും. ആ കാർ ഒന്ന് ഓടിച്ചു നോക്കുക. വാങ്ങാൻ പോകുന്ന വീട് പോയി നോക്കുക. അതിനകത്ത് കയറുക. ഇപ്പോൾ ആ അനുഭവം മനസ്സിൽ ഉൽപ്പാദിപ്പിക്കാൻ എന്തു ചെയ്യണോ അത് ചെയ്യുക. അതെല്ലാം ഓർമ്മയിൽ നിലനിർത്തുക. അത് നേടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് തോന്നലുണ്ടായാൽ വാസ്തവത്തിൽ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നത്ര ശക്തമാണ് ആ അനുഭവമെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടി എന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ പിന്നെ നിങ്ങൾക്കത് തീർച്ചയായും കിട്ടും. ബോബ് ഡോയിൽ. നിങ്ങൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അതവിടെയുണ്ട്. അത് പ്രത്യക്ഷമായിരിക്കുന്നു എന്ന പോലെ ആവാം. അല്ലെങ്കിൽ ഏതോ ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഉൾപ്രേരണ തോന്നാം. ശരിയാണ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്കത് ചെയ്യാൻ ഇഷ്ടമേ അല്ല എന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെയായാൽ നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നു എന്നാണർത്ഥം. ചിലപ്പോൾ ചിലത് പ്രവർത്തിക്കേണ്ടി വരും. പ്രപഞ്ചം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തോട് യോജിച്ച രീതിയിൽ തന്നെയാണ് അതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രവൃത്തി ആസ്വാദ്യകരമായിരിക്കും. നിങ്ങൾക്ക് വലിയ ഉന്മേഷം തോന്നും. സമയം നിശ്ചലമായ പോലെ തോന്നും. ദിവസം മുഴുവൻ നിങ്ങൾക്ക് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയും. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ചിലർ ജോലി എന്ന ഒരു അർത്ഥം അതിൽ കാണും. പക്ഷേ പ്രചോദിതമായ പ്രവൃത്തി ഒരിക്കലും ജോലിയായി തോന്നുകയില്ല. പ്രചോദിതമായ പ്രവൃത്തിയും വെറും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പ്രചോദിത പ്രവൃത്തിയിൽ നിങ്ങൾ സ്വീകരിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ അത് സംഭവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ പുറകോട്ടാണ് പോകുന്നത്. പ്രചോദിതമായ പ്രവൃത്തി അനായാസകരമായിരിക്കും, ആഹ്ലാദകരമായിരിക്കും. കാരണം നിങ്ങൾ സ്വീകരിക്കലിൻ്റെ ഫ്രീക്വൻസിയിലാണ്. ജീവിതം അതിവേഗത്തിൽ പ്രവഹിക്കുന്ന ഒരു നദിയാണെന്ന് കരുതുക. എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ഒഴുക്കിനെതിരെ നീന്തുന്ന പോലെ അനുഭവപ്പെടും. അതും വളരെ ദുഷ്കരമായിരിക്കും. നിങ്ങളുടെ പ്രവൃത്തി പ്രപഞ്ചം നൽകുന്നത് സ്വീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ നദിയുടെ പ്രവാഹത്തോടൊപ്പം ഒഴുകുന്ന പോലെയാണ്. അനായാസകരമായിരിക്കും. അതാണ് പ്രചോദിതമായ പ്രവൃത്തി അനുഭവം.
പ്രപഞ്ചത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രവാഹത്തോടൊപ്പം മുന്നോട്ടൊഴുകുന്ന അനുഭവം. ചിലപ്പോൾ അതിൻ്റെ ഫലം പ്രാപ്യമാകുമ്പോഴല്ലാതെ ഈ പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങൾ അറിയുക പോലുമില്ല. ഏറെ സുഖകരമായ ഒരു അനുഭവമായിരിക്കും അത്. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കാണും ഈ പ്രപഞ്ചം നിങ്ങളെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്കെത്തിച്ച ആ വിസ്മയവും അതിൻ്റെ ഉത്ഭവസ്ഥാനവും. ഡോക്ടർ ജോ വിറ്റാലെ. പ്രപഞ്ചം വേഗത ഇഷ്ടപ്പെടുന്നു. വൈകിക്കരുത്. വീണ്ടും ആലോചിക്കുമ്പോൾ നിൽക്കരുത്. സന്ദർഭമുള്ളപ്പോൾ, പ്രേരണ തോന്നുമ്പോൾ, ഉള്ളുണർവ് നിങ്ങളെ തട്ടി വിളിക്കുമ്പോൾ പ്രവർത്തിക്കുക. അതാണ് നിങ്ങളുടെ കർത്തവ്യം. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ അന്തർജ്ഞാനത്തെ വിശ്വസിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന പ്രചോദനമാണത്. സ്വീകരിക്കുവാനുള്ള ഫ്രീക്വൻസിയിൽ പ്രപഞ്ചം നിങ്ങളോട് ആശയവിനിമയം ചെയ്യുകയാണ്. ഉള്ളുണർവിൻ്റെയോ അന്തർജ്ഞാനത്തിൻ്റെയോ വികാരം അനുഭവപ്പെട്ടാൽ അതിനെ പിന്തുടരുക. നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് പ്രപഞ്ചം നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ബോബ് പ്രോക്ടർ. നിങ്ങൾക്കാവശ്യമുള്ളതിനെയെല്ലാം നിങ്ങൾ ആകർഷിക്കും. പണമാണ് നിങ്ങൾക്കാവശ്യമെങ്കിൽ നിങ്ങൾ പണത്തെ ആകർഷിക്കും. ആളുകളെയാണ് ആവശ്യമെങ്കിൽ, ആളുകളെ, ഒരു പുസ്തകമാണ് വേണ്ടതെങ്കിൽ അതിനെ നിങ്ങൾ ആകർഷിക്കും. എന്തിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു ബിംബം, അതായത് ഒരു വിഷ്വൽ നിങ്ങൾ മനസ്സിൽ നിലനിർത്തിയാൽ ചില വസ്തുക്കളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും. അവ നിങ്ങളിലേക്കും ആകർഷിക്കപ്പെടും. പക്ഷേ അത് നിങ്ങളിലൂടെ തന്നെയാണ് ഭൗതിക യാഥാർത്ഥ്യമായി വന്നെത്തുക. അത് നിയമത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എല്ലാത്തിനെയും ആകർഷിക്കുന്ന ഒരു കാന്തമാണ് നിങ്ങൾ എന്നോർക്കുക. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ആകർഷിക്കുന്ന കാന്തമാവുന്നു. ആ വസ്തുക്കൾക്ക് നിങ്ങളെ ആകർഷിക്കാനുള്ള കാന്തിക ശക്തി ഉണ്ടാവുന്നു. നിങ്ങൾ ഇത് കൂടുതൽ പ്രയോഗിക്കുമ്പോൾ ആകർഷണ നിയമം വസ്തുക്കളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അറിഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ കാന്തിക പ്രഭാവം വർദ്ധിക്കുന്നു. കാരണം നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസത്തിൻ്റെ, അറിവിൻ്റെ ശക്തി ലഭിക്കുന്നു. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വഴി തെളിഞ്ഞു വരും. ചിന്തകളെ യാഥാർത്ഥ്യമാക്കാനുള്ള നിങ്ങളുടെ കഴിവ് മാത്രം മതി. മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ഉടനീളം എല്ലാ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും ആരംഭിച്ചത് ഒരു ചിന്തയിൽ നിന്നാണ്. ആ ചിന്തയിൽ നിന്ന് വഴി തെളിഞ്ഞു വന്നു. അത് അദൃശ്യമായതിനെ ദൃശ്യയാഥാർത്ഥ്യമായി പ്രത്യക്ഷമാക്കി. ജാക്ക് കാൻഫീൽഡ്. രാത്രിയിൽ ഒരു കാർ ഡ്രൈവ് ചെയ്തു പോകുകയാണെന്ന് കരുതുക. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം 100-200 അടി ദൂരം മാത്രമേ എത്തുകയുള്ളൂ. എങ്കിലും കാലിഫോർണിയ മുതൽ ന്യൂയോർക്ക് വരെ ആ രാത്രി നിങ്ങൾക്ക് യാത്ര ചെയ്ത് എത്താൻ കഴിയും. കാരണം തൊട്ടുമുന്നിലുള്ള 200 അടി ദൂരം കാണേണ്ട ആവശ്യമേ നിങ്ങൾക്കുള്ളൂ. അതുപോലെയാണ് ജീവിതം നമ്മുടെ മുന്നിൽ ചുരുൾ നിവരുന്നത്. മുന്നോട്ട് പോകവേ അടുത്ത 200 അടി, അത് കഴിയുമ്പോഴേക്കും അടുത്ത 200 അടി നമ്മുടെ മുന്നിൽ തെളിയും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം അതുപോലെ നമ്മുടെ മുന്നിൽ ചുരുൾ നിവർന്നു വരും. അങ്ങനെ അത് നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിരുന്നുവോ ആ ലക്ഷ്യത്തിലെത്തിക്കും. കാരണം നിങ്ങൾ അത് ആഗ്രഹിച്ചു എന്നത് തന്നെ. പ്രപഞ്ചത്തെ വിശ്വസിക്കുക. പതറാത്ത സമർപ്പിതമായ വിശ്വാസം ഉണ്ടാവണം. രഹസ്യത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുക എന്നതിനെക്കുറിച്ച് സത്യമായും എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എനിക്കുണ്ടായ ദർശനത്തെ ഞാൻ മുറുകെ പിടിച്ചു. അതിൻ്റെ പരിണിതഫലം ഞാൻ മനസ്സിൽ വ്യക്തമായി കണ്ടു. എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് അതിനെ എൻ്റെ വികാരമായി അനുഭവിച്ചു. രഹസ്യം നിർമ്മിക്കുവാൻ ആവശ്യമായതെല്ലാം ഞങ്ങളിലേക്ക് വന്നു ചേർന്നു. വിശ്വാസത്തോടെ ആദ്യത്തെ പടിയിൽ കാൽ വയ്ക്കുക. കോണിപ്പടികൾ മുഴുവനും കാണണമെന്നില്ല. ആദ്യത്തെ പടി ചവിട്ടി കയറിയാൽ മതി. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. രഹസ്യവും നിങ്ങളുടെ ശരീരഭാരം കൂടുതലാണ്, കുറേ ഭാരം കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സൃഷ്ടി പ്രക്രിയ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം.
ആദ്യമായി അറിയേണ്ട കാര്യം, നിങ്ങൾ ഭാരം കുറക്കുക എന്നതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഭാരം കുറയ്ക്കേണ്ടതുണ്ട് എന്ന കാര്യം തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് ആകർഷിക്കപ്പെടും. അതിനാൽ ഭാരം കുറയ്ക്കേണ്ടതുണ്ട് എന്നതിനെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. ഭക്ഷണ നിയന്ത്രണം വലിയ ഗുണം ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. ഭാരം കുറയ്ക്കുക എന്നതിൽ തന്നെ കേന്ദ്രീകരിച്ചാൽ ഭാരം കുറയ്ക്കേണ്ടതാണ് എന്ന അവസ്ഥയെ തുടർച്ചയായി നിങ്ങൾ ആകർഷിക്കും. രണ്ടാമത്തെ കാര്യം, ഭാരക്കൂടുതൽ എന്ന അവസ്ഥ ഉണ്ടായത് തന്നെ നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചതുകൊണ്ടാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഒരാൾക്ക് ഭാരക്കൂടുതൽ ഉണ്ടെങ്കിൽ അതുണ്ടായത് അറിഞ്ഞോ അറിയാതെയോ അയാൾക്കുണ്ടായ തടിച്ച ചിന്തകൾ കാരണമാണ്. മെലിഞ്ഞ ചിന്തകൾ മനസ്സിലുള്ള ആൾക്ക് തടി കൂടുതലാകുക സാധ്യമല്ല. ആകർഷണ തത്വത്തിന് എതിരാണത്. നിങ്ങളുടെ തൈറോയിഡ് പ്രവർത്തനം അല്പം കുറവാണ്. മെറ്റബോളിസം ശരിക്കും പ്രവർത്തിക്കുന്നില്ല. തടി കൂടുതലായത് പാരമ്പര്യം കാരണമാണ് എന്നൊക്കെ ഒരാളോട് പറഞ്ഞാൽ അതെല്ലാം തടിച്ച ചിന്തകൾ, ചിന്തിക്കാനുള്ള ഒഴിവു കഴിവുകൾ ആകും. മേൽ പറഞ്ഞ വ്യവസ്ഥകൾ നിങ്ങൾക്ക് ബാധകമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ, അത് വിശ്വസിച്ചാൽ, അത് നിങ്ങളുടെ വൈകാരിക അനുഭവമാകും. നിങ്ങൾ കൂടുതൽ ശരീരഭാരത്തെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ 2 പെൺമക്കളെ പ്രസവിച്ച ശേഷം എനിക്ക് തടിയും ഭാരവും കൂടുതലായി. അങ്ങനെ സംഭവിച്ചത് പ്രസവം കഴിഞ്ഞാൽ പിന്നെ ശരീരഭാരം കുറക്കാൻ പ്രയാസമാണ്, 2 പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഏറെ പ്രയാസമാണ് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇത്തരം തടിയുള്ള ചിന്തകൾ മൂലം അതിനെ തന്നെ ഞാൻ എന്നിലേക്ക് വിളിച്ചു വരുത്തി. അത് എൻ്റെ അനുഭവമായി തീർന്നു. ഞാൻ ശരിക്കും തടിച്ചു വീർത്തു. ഞാൻ ഇങ്ങനെ തടിച്ചു വീർത്തല്ലോ എന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും തോറും കൂടുതൽ തടിച്ചു വീർക്കലിനെ ഞാൻ ആകർഷിച്ചു. ഈ ചെറിയ ശരീരഘടനയ്ക്കുള്ളിൽ ഞാൻ 143 പൗണ്ട് ഭാരമായി. ഇതിനെല്ലാം കാരണം എൻ്റെ തടിയുള്ള ചിന്തകൾ തന്നെ. ഭക്ഷണമാണ് ഭാരക്കൂടുതലിൻ്റെ കാരണം എന്നാണ് സാധാരണയായി ആളുകൾ കരുതുന്നത്. ഞാനും അങ്ങനെ കരുതിയിരുന്നു. നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത വിശ്വാസമാണത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അത് പൂർണ്ണമായി മണ്ടത്തരമാണ്. ഭാരം വർദ്ധിക്കുന്നതിന് ഉത്തരവാദി ഭക്ഷണമല്ല, ഭക്ഷണമാണ് ഭാരക്കൂടുതലിന് കാരണം എന്ന നിങ്ങളുടെ ചിന്തയാണ് വാസ്തവത്തിൽ ഭാരക്കൂടുതൽ ഉണ്ടാക്കുന്നത്. ഓർക്കുക, ചിന്തകളാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാന കാരണം. മറ്റെല്ലാം ആ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ്. ഉത്തമമായ ചിന്തകൾ ഉണ്ടായാൽ അതിൻ്റെ ഫലമായി ഉത്തമമായ ശരീരഭാരവും ഉണ്ടാകും. പരിമിതപ്പെടുത്തുന്ന ചിന്തകളെ കൈവെടിയുക. ഭക്ഷണത്തിന് നിങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായി അനുഭവപ്പെടുന്ന ഭാരമാണ് ഉത്തമമായ ഭാരം. മറ്റുള്ളവരുടെ അഭിപ്രായം കണക്കിലെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് അനുഭവപ്പെടുന്ന ഭാരം തന്നെയാണ് ഏറ്റവും ശരിയായ ഭാരം. വളരെ മെലിഞ്ഞിട്ടാണെന്നും ഭീമനെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ? അവർ വലിയ അഭിമാനത്തോടെ പറയും, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും, എന്നാലും എൻ്റെ ശരീരത്തിന് എപ്പോഴും ശരിയായ ഭാരമായിരിക്കും. അതാണ് പ്രപഞ്ചം എന്ന ഭൂതം. താങ്കളുടെ ആഗ്രഹമാണ് എനിക്കുള്ള കൽപ്പന എന്നു പറയുന്നതിൻ്റെ ഉദാഹരണം. ഈ സൃഷ്ടി പ്രക്രിയയിലൂടെ ശരീരത്തിന് ശരിയായ ഭാരവും രൂപവും നേടാൻ ഇനി പറയുന്നത് പോലെ ചെയ്യുക. ഘട്ടം 1, ആവശ്യപ്പെടുക. നിങ്ങൾക്ക് എന്തു ഭാരം വേണമെന്ന് തീരുമാനിച്ചുറപ്പിക്കുക. ശരിയായ ഭാരമായാൽ നിങ്ങൾ എങ്ങനെയിരിക്കും എന്ന ഒരു ചിത്രം മനസ്സിൽ സങ്കല്പിക്കുക. മുൻപ് നിങ്ങൾക്ക് നല്ല ഉത്തമമായ ശരീരമുണ്ടായിരുന്ന കാലത്തെ ചിത്രങ്ങളുണ്ടെങ്കിൽ ശേഖരിക്കുക. ഇടയ്ക്കിടെ അത് നോക്കുക. ഈ ചിത്രങ്ങൾ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ശരീരത്തിൻ്റെ കുറേ ചിത്രങ്ങളെടുത്ത് ഇടയ്ക്കിടെ അത് നോക്കുക. ഘട്ടം 2, വിശ്വസിക്കുക. നിങ്ങൾ അത് നേടും എന്നും ഒത്ത ശരീരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നും വിശ്വസിക്കണം. നിങ്ങളുടെ ശരീരം ഇപ്പോൾ ശരിയായ വണ്ണവും ഭാരവുമാണെന്ന് സങ്കല്പിക്കുക, ഭാവിക്കുക, നടിക്കുക. നിങ്ങൾ ലക്ഷണമൊത്ത ശരീരം നേടിയതായി മനസ്സിൽ കാണുക. നിങ്ങൾക്കാവശ്യമായ ശരിയായ ഭാരം കടലാസിൽ എഴുതി ഭാരം നോക്കുന്ന ഉപകരണത്തിൽ ഒട്ടിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ഭാരം നോക്കാതിരിക്കുക. നിങ്ങളുടെ ചിന്തയോ വാക്കോ പ്രവൃത്തിയോ നിങ്ങൾ ആവശ്യപ്പെട്ടതിന് വിരുദ്ധമാകരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ തടിക്കൊത്ത വസ്ത്രങ്ങൾ വാങ്ങരുത്.
വിശ്വാസമർപ്പിച്ച് നിങ്ങൾ ശരിയായ ഭാരം കൈവരിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്ന വസ്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലക്ഷണമൊത്ത ശരീരത്തെ ആകർഷിച്ചെടുക്കുക എന്നത് പ്രപഞ്ചത്തിൻ്റെ കാറ്റലോഗിൽ നോക്കി ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണ്. കാറ്റലോഗ് മറിച്ചു നോക്കി നിങ്ങൾ ശരിയായ ശരീരഭാരം തിരഞ്ഞെടുത്ത് ഓർഡർ കൊടുത്താൽ അത് നിങ്ങൾക്ക് എത്തിച്ചു തരുമല്ലോ. നിങ്ങൾ സങ്കല്പിക്കുന്ന പോലുള്ള ലക്ഷണമൊത്ത ശരീരമുള്ള ആളുകളെ കാണാൻ ശ്രമിക്കുകയും കണ്ടാൽ ആരാധിക്കുകയും മനസ്സിൽ പ്രശംസിക്കുകയും ചെയ്യുമെന്ന് നിശ്ചയിക്കണം. അങ്ങനെയുള്ളവരെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവരെ ആരാധിക്കുമ്പോൾ ആ വികാരം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളതിനെ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. തടിയും ഭാരവും കൂടുതലുള്ള ആളുകളെ കണ്ടാൽ ശ്രദ്ധിക്കരുത്. ഉടനെ നിങ്ങൾ വടിവൊത്ത ശരീരമുള്ള നിങ്ങളുടെ രൂപം മനസ്സിൽ കാണുക, അത് അനുഭവിക്കുക. ഘട്ടം 3 സ്വീകരിക്കുക. നിങ്ങളുടെ മനസ്സിൽ സുഖാനുഭവം ഉണ്ടാവണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ സുഖകരമായ വികാരം ഉണ്ടാവണം. ഇത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മനസ്സിൽ മോശമായ വികാരം നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലക്ഷണമൊത്ത ശരീരത്തെ ആകർഷിക്കാൻ കഴിയില്ല. സ്വന്തം ശരീരത്തെക്കുറിച്ച് മോശമായ വികാരമാണ് ഉള്ളിലുള്ളതെങ്കിൽ അത് ശക്തമായ വികാരമായിരിക്കും. അതുമൂലം നിങ്ങൾ വീണ്ടും വീണ്ടും അതുപോലുള്ള വികാരങ്ങളെ ആകർഷിക്കും. സ്വന്തം ശരീരത്തെ ദോഷദൃഷ്ടിയോടെ കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ശരീരം നന്നാക്കിയെടുക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ അത് കൂടുതൽ ഭാരത്തെ ആകർഷിച്ച് വരുത്തുകയാണ് ചെയ്യുക. സ്വന്തം ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചിനെയും സ്തുതിക്കുക, ആശംസിക്കുക. നിങ്ങളിലുള്ള മുറിവുകളെപ്പറ്റി ചിന്തിക്കുക. ലക്ഷണമൊത്ത ചിന്തകൾ മനസ്സിൽ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് സുഖാനുഭൂതി നൽകും. ലക്ഷണമൊത്ത ശരീരത്തിൻ്റെ തുല്യ ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്തും. നിങ്ങൾ പൂർണ്ണതയെ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തും. വാലസ് വാറ്റിൽസ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനെപ്പറ്റി മികച്ച ചില തന്ത്രങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ചവച്ചിറക്കുക എന്ന അനുഭവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ്. മനസ്സിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അനുഭൂതി മാത്രം. മനസ്സിനെ മറ്റു ചിന്തകളിലേക്ക് തെന്നിപ്പോകാൻ അനുവദിക്കരുത്. മനസ്സ് ശരീരത്തോടൊപ്പം ഉണ്ടാവണം. രുചികരമായ ഭക്ഷണം വായിൽ ചവയ്ക്കുന്നതും തൊണ്ടയിലൂടെ ഇറങ്ങുന്നതുമായ അനുഭവം ആസ്വദിക്കുക. അടുത്ത തവണ ഭക്ഷണം കഴിക്കുമ്പോൾ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ സാന്നിധ്യം പൂർണ്ണമായും അതിലാകുമ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി തീവ്രവും വിശിഷ്ടവുമായി അനുഭവപ്പെടും. മനസ്സ് വഴിമാറിപ്പോയാൽ ഭക്ഷണത്തിൻ്റെ രുചി ഫലത്തിൽ ഇല്ലാതെയാകും. ഭക്ഷണത്തിൻ്റെ സുഖകരമായ വൈകാരികാനുഭവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ഉത്തമമായ രീതിയിൽ ശരീരം ആഗിരണം ചെയ്യും. ശരീരം ലക്ഷണമൊത്ത ഉത്തമ രൂപത്തിലാവുകയും ചെയ്യും. എൻ്റെ സ്വന്തം തടിയുടെയും തൂക്കത്തിൻ്റെയും കഥ പറഞ്ഞവസാനിപ്പിക്കണമല്ലോ. ഞാനിപ്പോൾ എൻ്റെ ലക്ഷണമൊത്ത ഭാരമായ 116 പൗണ്ട് സ്ഥിരമായി നിലനിർത്തുന്നു. ഒരു തടസ്സവുമില്ലാതെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുന്നു. ശരിയായ ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് എത്ര കാലമെടുക്കും? ഡോക്ടർ ജോ വിറ്റാലെ. ആളുകൾ സാധാരണയായി ആലോചിക്കുന്ന മറ്റൊരു കാര്യം ആ കാർ, ആ ബന്ധം അല്ലെങ്കിൽ ആ പണം പ്രത്യക്ഷമാകാൻ എത്ര സമയമാകും എന്നതാണ്. അതിന് 30 മിനിറ്റ് അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 30 ദിവസം എന്നൊക്കെ പറഞ്ഞു തരാൻ ഒരു നിയമാവലിയൊന്നും ഇല്ല. അത് നിങ്ങളും പ്രപഞ്ചവും തമ്മിൽ പൊരുത്തപ്പെടുന്നതിനെ ആശ്രയിച്ചിരിക്കും. സമയം എന്നത് വെറും മിഥ്യയാണ്. ഐൻസ്റ്റീൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായാണ് നിങ്ങൾ ഇത് കേൾക്കുന്നതെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുള്ള ആശയമായി തോന്നാം. കാരണം എല്ലാം ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്ന ക്രമത്തിൽ സംഭവിക്കുന്നതായാണ് നിങ്ങൾ കാണുന്നത്. എന്നാൽ ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞരും ഐൻസ്റ്റീനും പറയുന്നു എല്ലാം ഒരുമിച്ചാണ് സംഭവിക്കുന്നതെന്ന്. സമയം എന്നൊന്നില്ല എന്നു മനസ്സിലാക്കിയാൽ, ആ ആശയം നിങ്ങൾ അംഗീകരിച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭാവിയിൽ എന്തുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന്. സമയം എന്ന വ്യത്യാസമില്ലാതെ എല്ലാം ഒരുമിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളും നിങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നതും ചേർന്നുള്ള സമാന്തരമായ ഒരു അവസ്ഥ ഇപ്പോൾ തന്നെ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കരിക്കുവാൻ പ്രപഞ്ചത്തിന് സമയം ആവശ്യമില്ല. എന്തെങ്കിലും കാലതാമസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം
ഇത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അനുഭവിക്കാൻ, അറിയാൻ, വിശ്വസിക്കാൻ കഴിയുന്ന സ്ഥാനത്ത് എത്താൻ നിങ്ങൾ വൈകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റേതിന് സമമായ തരംഗ ദൈർഘ്യത്തിൽ നിങ്ങളെത്തുക എന്നതാണ് കാര്യം. നിങ്ങൾ ആ തരംഗ ദൈർഘ്യത്തിലെത്തിയാൽ അഥവാ ഫ്രീക്വൻസിയിലെത്തിയാൽ നിങ്ങൾ ആഗ്രഹിച്ചത് പ്രത്യക്ഷപ്പെടും. ബോബ് ഡോയിൽ. പ്രപഞ്ചത്തിന് വലിപ്പം ഒരു പ്രശ്നമല്ല. ശാസ്ത്രീയമായ ഒരു തലത്തിൽ നമ്മൾ വളരെ ചെറിയ ഒരു അണുവിട മാത്രം വലിപ്പമുള്ളത് എന്ന് കണക്കാക്കുന്ന ഒന്നിനെ ആകർഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസമുള്ള കാര്യമല്ല വളരെ വലുതെന്ന് നാം കരുതുന്ന ഒന്നിനെ ആകർഷിക്കുന്നത്. പ്രപഞ്ചം എല്ലാം പ്രയത്നം കൂടാതെയാണ് ചെയ്യുന്നത്. ഒരു പുൽക്കൊടിക്ക് മുളച്ചു വളരുവാൻ കഠിനാധ്വാനം ആവശ്യമില്ല. പ്രയത്നരഹിതമായി സംഭവിക്കുന്നതാണ് അത്. അതാണ് മഹനീയമായ രൂപകൽപ്പന. നിങ്ങളുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് കാര്യം. ചില കാര്യങ്ങളെ വിലയിരുത്തി ഇത് വലിയതാണ്, കുറേ സമയമെടുക്കും, അല്ലെങ്കിൽ ഇത് എത്രയോ ചെറുതാണ്, ഇതിന് 1 മണിക്കൂർ മതിയാവും എന്നൊക്കെ നമ്മൾ പറയും. അതെല്ലാം നമ്മൾ നിർവചിക്കുന്ന നിയമങ്ങളാണ്. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളൊന്നുമില്ല. ഇപ്പോൾ അത് ഉണ്ട് എന്ന വികാരം നിങ്ങൾ പ്രകടിപ്പിച്ചാൽ പ്രപഞ്ചം പ്രതികരിക്കും, അതെന്തു തന്നെയായാലും. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം സമയം എന്നതില്ല, വലിപ്പം എന്നതും ഇല്ല. ഒരു രൂപ പ്രത്യക്ഷമാക്കുന്ന പോലെ തന്നെ എളുപ്പമാണ് 1 കോടി രൂപ പ്രത്യക്ഷപ്പെടുന്നത്. ഒരേ പ്രക്രിയ തന്നെയാണ് രണ്ടിലും. അതിൽ ഒന്ന് വളരെ എളുപ്പത്തിൽ നടക്കുന്നു, മറ്റേത് വളരെ സമയമെടുക്കുന്നു എന്നതിൻ്റെ ഒരേ ഒരു കാരണം 1 കോടി രൂപ എന്നത് വളരെയേറെ പണമാണെന്നും 1 രൂപ എന്നത് വളരെ നിസ്സാരമാണെന്നും നിങ്ങൾ ചിന്തിച്ചതാണ്. ബോബ് ഡോയിൽ. ചിലർക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു കാപ്പി പോലെ ഏതെങ്കിലും ചെറിയ കാര്യത്തിൽ തുടങ്ങാൻ നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം ഒരു കപ്പ് കാപ്പി ആകർഷിച്ചു വരുത്തുക എന്നതാവട്ടെ. ബോബ് പ്രോക്ടർ. വളരെ കാലമായി കണ്ടിട്ടില്ലാത്ത ഒരു പഴയ സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം സങ്കല്പിക്കുക. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആരെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ആ വ്യക്തി നിങ്ങളുടെ ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ അയാളുടെ കത്ത് കിട്ടും. ആകർഷണ തത്വം നിങ്ങൾക്ക് നേരിൽ കണ്ട് അനുഭവിക്കാൻ ഒരു എളുപ്പ വഴിയാണ് ഏതെങ്കിലും ചെറിയ കാര്യം കൊണ്ട് തുടങ്ങുക എന്നത്. കൃത്യമായും അങ്ങനെ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ പറയാം. രഹസ്യം ചലച്ചിത്രം കണ്ട ശേഷം ഒരു ചെറിയ കാര്യത്തിൽ തുടങ്ങാൻ അയാൾ തീരുമാനിച്ചു. അയാൾ മനസ്സിൽ ഒരു തൂവലിൻ്റെ ചിത്രം സൃഷ്ടിച്ചു. അതിന് അനന്യമായ സവിശേഷതയും നൽകി. ഈ തൂവൽ കണ്ടാലുടനെ ആകർഷണ തത്വത്തെ ബോധപൂർവം പ്രയോഗിച്ച് താൻ വരുത്തിയ തൂവലാണത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളം അതിൽ വെച്ചു. 2 ദിവസത്തിനു ശേഷം അയാൾ ന്യൂയോർക്ക് നഗരത്തിലെ ഒരു തെരുവിലുള്ള ഒരു വലിയ കെട്ടിടത്തിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. അയാൾ വെറുതെ താഴോട്ട് നോക്കി. അയാളുടെ കാൽക്കൽ ന്യൂയോർക്ക് നഗരത്തിലെ ആ വൻ കെട്ടിടത്തിൻ്റെ കവാടത്തിൽ ഒരു തൂവൽ കിടക്കുന്നു. ഏതെങ്കിലും ഒരു തൂവലല്ല, അയാൾ മനസ്സിൽ സങ്കല്പിച്ച അതേ തൂവൽ. അയാൾ അതിന് കൊടുത്ത അടയാളമടക്കം അതിലുണ്ടായിരുന്നു. ഇത് ആകർഷണ തത്വം അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി പ്രവർത്തിച്ചതാണെന്ന് ആ നിമിഷത്തിൽ ലേശമന്യേ അയാൾക്ക് ബോധ്യമായി. സ്വന്തം മനസ്സിൻ്റെ കഴിവ് കൊണ്ട് ആഗ്രഹിച്ചതിനെ നിന്നിലേക്ക് ആകർഷിക്കാനുള്ള വിസ്മയിപ്പിക്കുന്ന കഴിവ് അയാൾ തിരിച്ചറിഞ്ഞു. പൂർണ്ണ വിശ്വാസത്തോടെ അയാളിപ്പോൾ കൂടുതൽ വലിയ കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഡേവിഡ് ഷിർമർ. നിക്ഷേപ പരിശീലകൻ, അധ്യാപകൻ, സാമ്പത്തിക വിദഗ്ധൻ. ഞാൻ പാർക്കിംഗ് സ്ഥലം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ആളുകൾ അത്ഭുതപ്പെടാറുണ്ട്. രഹസ്യം മനസ്സിലാക്കിയ അന്നു മുതൽ ഞാനിത് ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഒരു പാർക്കിംഗ് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ മനസ്സിൽ സങ്കല്പിക്കും. 95% ഞാൻ എത്തുമ്പോൾ മനസ്സിൽ കണ്ട പാർക്കിംഗ് സ്ഥലം അവിടെ ഉണ്ടാവാറുണ്ട്. ഞാൻ നേരെ വണ്ടി കയറ്റിയിടും. 5% എനിക്ക് 1-2 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനിടയിൽ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാർ പുറത്തു പോകും.
ഞാൻ എൻ്റെ കാർ കയറ്റിയിടും. എല്ലായ്പ്പോഴും ഞാൻ ഇതാണ് ചെയ്യാറ്. എനിക്ക് എപ്പോഴും പാർക്കിംഗ് സ്ഥലം കിട്ടും എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും അത് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് എനിക്ക് നല്ല ഭാഗ്യമുണ്ട്, എനിക്ക് എപ്പോഴും ഓരോന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ആൾ ഒന്നിനു പുറകെ ഒന്നായി പലതും ജയിച്ചു നേടുന്നത്. ഇത്തരം ആളുകൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ തുടങ്ങുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുൻകൂറായി സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ ദിവസം മുൻകൂട്ടി സൃഷ്ടിക്കുക. ഇന്ന് അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മുതൽ നിങ്ങളുടെ ജീവിതം മുഴുവനും തന്നെ ആകർഷണ തത്വം ഉപയോഗിച്ച് മുൻകൂറായി സൃഷ്ടിക്കാം. ഒരു അധ്യാപകനായ ഫ്രെഡറിക് മൾഫോർഡ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ആകർഷണ തത്വത്തെക്കുറിച്ചും അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ചും ഒട്ടേറെ ഉൾക്കാഴ്ചകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദിവസം മുൻകൂറായി ആലോചിക്കുന്നതിൻ്റെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ സന്തോഷകരമായ ഒരു സന്ദർശനം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു യാത്ര നടത്തും എന്ന് നിങ്ങൾ സ്വയം പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ സന്ദർശനം അല്ലെങ്കിൽ യാത്ര സന്തോഷകരമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനായി പ്രകൃതി ശക്തികളെ മുൻകൂട്ടി അയക്കുകയാണ്. മറിച്ച് യാത്രയോ സന്ദർശനമോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ അസുഖകരമായ ചിന്തയോ ഭയമോ ഉണ്ടെങ്കിൽ, നിങ്ങൾ സന്തോഷകരമല്ലാത്ത എന്തോ ഒന്നിനെപ്പറ്റി ആശങ്കപ്പെടുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ സന്തോഷകരമല്ലാത്ത അനുഭവം ഒരുക്കുവാനായി അദൃശ്യ ശക്തികളെ നിങ്ങൾ മുൻകൂട്ടി അയക്കുകയാണ്. നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ മുൻകൂട്ടി സംഘടിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. ഫ്രെഡറിക് മൾഫോർഡ് ഇത് എഴുതിയത് 1870-ലാണ്. എന്തൊരു വിശിഷ്ട മാർഗദർശി! ജീവിതത്തിലെ ഓരോ സംഭവവും മുൻകൂട്ടി ചിന്തിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് വ്യക്തമാക്കുന്നില്ലേ? ഇതിൻ്റെ നേരെ വിപരീതം നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാകും. മുൻകൂട്ടി ചിന്തിക്കാത്തതിൻ്റെ പ്രത്യാഘാതം ധൃതിയും പരിഭ്രമവും ആയിരിക്കും. നിങ്ങൾ പരിഭ്രമത്തിലും ധൃതിയിലുമാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഭയം വൈകിപ്പോകുമോ എന്ന ഭയമായിരിക്കും. നിങ്ങളെ കാത്തിരിക്കാൻ മോശമായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഏർപ്പാടാക്കുകയാണ്. നിങ്ങൾ ഈ ധൃതി കൂട്ടൽ തുടരുന്തോറും നിങ്ങളുടെ മാർഗത്തിൽ ചീത്ത കാര്യങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അതിനു പുറമെ ആകർഷണ തത്വം നിങ്ങൾക്ക് ധൃതിയും പരിഭ്രമവും നൽകുന്ന ഭാവി സംഭവങ്ങൾ ഇനിയും ഏർപ്പാടാക്കാൻ തുടങ്ങും. അത് അവസാനിപ്പിച്ച് ആ തരംഗ ദൈർഘ്യത്തിൽ നിന്ന് നിങ്ങൾ മാറണം. ഒന്ന് നിൽക്കുക. കൂടുതൽ ചീത്ത കാര്യങ്ങളെ വിളിച്ചു വരുത്താതിരിക്കാൻ സ്വയം മറ്റൊരു തലത്തിലേക്ക് മാറ്റുക. ധാരാളം ആളുകൾ, വിശേഷിച്ച് പാശ്ചാത്യ സമൂഹങ്ങളിൽ, സമയത്തെ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പരാതിപ്പെടും. ആരെങ്കിലും സമയം തികയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആകർഷണ തത്വം മൂലമായിരിക്കും. സമയം തികയുന്നില്ല എന്ന ചിന്തയുമായി നിങ്ങൾ വട്ടം കറങ്ങുകയാണെങ്കിൽ ഇനി മുതൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുക: എനിക്ക് ആവശ്യത്തിലധികം സമയമുണ്ട് എന്ന്. അങ്ങനെ ജീവിതത്തിൽ മാറ്റം വരുത്തുക. കാത്തു നിൽക്കുന്ന സമയത്തെ നിങ്ങളുടെ ഭാവി ജീവിതം സൃഷ്ടിക്കാനുള്ള ഗുണപരമായ സമയമാക്കി മാറ്റാം. അടുത്ത തവണ നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ ആ സമയം നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചതായി സങ്കല്പിക്കാൻ ഉപയോഗിക്കുക. ഇത് എവിടെയും എപ്പോഴും ചെയ്യാവുന്നതാണ്. ഏത് സാഹചര്യത്തെയും ഗുണപരമായതാക്കി മാറ്റുക. ചിന്തകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സംഭവത്തെയും മുൻകൂട്ടി തീരുമാനിക്കുക എന്നതൊരു ശീലമാക്കുക. പ്രകൃതി ശക്തികൾ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ മുൻകൂട്ടി ചിന്തിച്ച് അവയെ നിങ്ങൾ പോകുന്നിടത്തെല്ലാം, നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം നിങ്ങൾക്ക് മുമ്പേ എത്തി തയ്യാറാകും വിധം ക്രമീകരിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം ബോധപൂർവം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. രഹസ്യം രത്നച്ചുരുക്കം. അലാവുദ്ദീൻ്റെ ഭൂതത്തെ പോലെ ആകർഷണ തത്വം നമ്മുടെ എല്ലാ കൽപ്പനകളും നിറവേറ്റിത്തരും. ആവശ്യപ്പെടുക, വിശ്വസിക്കുക, സ്വീകരിക്കുക എന്നിങ്ങനെ ലളിതമായ 3 പടികളിലൂടെ
നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ സൃഷ്ടി പ്രക്രിയ സഹായിക്കും. ആവശ്യപ്പെടുക എന്നാൽ പ്രപഞ്ചത്തോട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് സ്വന്തം മനസ്സിൽ വ്യക്തമാക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. മനസ്സിൽ വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു എന്നർത്ഥം. വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ആണ്. നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ആളുകളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് അത് നേടിത്തരുന്ന അവസ്ഥയിലേക്ക് ചലിപ്പിക്കുന്നു. സ്വീകരിക്കുക എന്ന ഘട്ടത്തിൽ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഉണ്ടാവുന്ന അതേ വികാരാനുഭവം അനുഭവിക്കണം. ആ സുഖാനുഭൂതി നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ സമാന ഫ്രീക്വൻസിയിൽ എത്തിക്കും. ശരീരഭാരം കുറയ്ക്കുവാൻ ഭാരം കുറയ്ക്കുക എന്നതിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, മറിച്ച് ലക്ഷണമൊത്ത ശരീരം എന്നതിലാണ്. ലക്ഷണമൊത്ത ശരീരമുള്ള അവസ്ഥയിലെ വികാരം അനുഭവിക്കുക. അപ്പോൾ നിങ്ങൾ ആ അവസ്ഥയെ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രത്യക്ഷമാക്കാൻ പ്രപഞ്ചത്തിന് സമയം ആവശ്യമില്ല. 1 രൂപ പ്രത്യക്ഷപ്പെടുന്നതും 1 കോടി രൂപ പ്രത്യക്ഷപ്പെടുന്നതും ഒരുപോലെ എളുപ്പമാണ്. 1 കപ്പ് കാപ്പി അല്ലെങ്കിൽ കാർ നിർത്താൻ പാർക്കിംഗ് സ്ഥലം എന്നിവ പോലെയുള്ള ചെറിയ കാര്യങ്ങളിൽ തുടങ്ങിയാൽ ആകർഷണ തത്വം ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ അനുഭവിച്ചറിയാം. ഏതെങ്കിലും ചെറിയ കാര്യത്തെ ആകർഷിക്കാൻ ശക്തമായി തീരുമാനിക്കുക. ആകർഷിക്കാനുള്ള നിങ്ങളുടെ ശക്തി അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും. ഇന്നത്തെ ദിവസം എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ അതിനെ മുൻകൂറായി സൃഷ്ടിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ബോധപൂർവം സൃഷ്ടിക്കാൻ കഴിയും. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.